വെരിക്കോസ് വെയിൻ എന്തെങ്കിലും മെഡിസിൻ അത്തരത്തിൽ സ്റ്റാർട്ട് ചെയ്യാനുണ്ടോ? അതെല്ലാം നമ്മൾ വെനാസിൽ പോലെ അതല്ലെങ്കിൽ ലേസർ പോലെ അങ്ങനെയുള്ള ഇത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? വെരിക്കോസ് വെയിൻ്റെ അടുത്ത ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് ലേസർ അഥവാ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന രണ്ട് ചികിത്സാ രീതി. ഇത് രണ്ടിലും സംഭവിക്കുന്നത് രണ്ട് ടൈപ്പ് ഓഫ് എനർജി, റേഡിയോ ഫ്രീക്വൻസി എനർജി അല്ലെങ്കിൽ ലേസർ എനർജി കൊടുത്ത് നമ്മൾ ഈ വെയിനെ എന്ത് ചെയ്യുന്നു എന്നേ ഉള്ളൂ, കരിക്കുന്നു. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വളരെ ചെറിയ ഒരു സൂചിയുടെ അത്രയും ഉള്ള മുറിവിലൂടെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ഈ വെയിനെ കംപ്ലീറ്റ് കരിച്ചൊഴിവാക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരത്തില്ല, നോർമലായിട്ട് റുട്ടീനിൽ ചെറിയ സമയം കൊണ്ട് നമുക്ക് പോവാന്നുള്ളൂ. അതിനൊക്കെ ശേഷം ഇപ്പൊ വളരെ നൂതനമായിട്ട് കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് നമുക്ക് പ്രാബല്യത്തിലുള്ളതാണ് വെനാസീൽ എന്ന് പറയുന്ന ചികിത്സാ രീതി. അതിനാണ് ഗം ചികിത്സ എന്ന് പറയുന്നത്. അതെ, ഗം ഉപയോഗിച്ച് ചികിത്സിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന വെനാസീൽ എന്ന് പറഞ്ഞ സാധനമാണ്. അതിനകത്ത് നമ്മൾ ഈ പറയുന്ന എനർജി കൊടുക്കുന്നതിന് പകരം നമ്മളൊരു പശ ആണ് ഉപയോഗിക്കുന്നത്. ഒരു പശ വെച്ചിട്ട് ഈ കംപ്ലീറ്റ് വെയിനകം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ആ വെയിൻ നിറഞ്ഞ് അടച്ചെടുക്കുവാണ്, ഒട്ടിച്ചെടുക്കുവാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ മറ്റ്, അതായത് ഇപ്പോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്ന സംശയം എന്ന് വെച്ചാൽ റേഡിയോ RFA അല്ലെങ്കിൽ വെനാസീല് തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ലേസർ വെനാസീലും തമ്മിലുള്ള വ്യത്യാസം. ലേസർ അല്ലെങ്കിൽ RFAക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് ചൂട് കൊടുത്ത് അല്ലെങ്കിൽ ഈ ചെയ്യുന്ന സമയത്ത് ഈ കരിക്കുന്ന എനർജിയുടെ ചൂട് എന്തിലുണ്ടാവും, വെയിൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവിടെയുള്ള ദശകൾക്കും കിട്ടും ആ ചൂട്. അത് ഒഴിവാക്കാം. ഏരിയക്ക് ബുദ്ധിമുട്ടില്ലാത്ത ലെവലിൽ വെയിൻ മാത്രമാണ് വെനാസീലാകുമ്പോൾ അത് ഒട്ടിക്കുന്നതാണ്, അവിടെ ചൂടുണ്ടാവുന്നില്ല. മറ്റേതാവുമ്പോൾ ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പൊ ആ ടെമ്പറേച്ചർ ഉള്ളത് കാരണം തന്നെ ഈ ചികിത്സ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, അനസ്തീസിയയുടെ സഹായം വേണം. മറ്റതിനാണെങ്കിൽ അനസ്തീസിയയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് വെനാസീലിന് ഈ രണ്ട് ചികിത്സയിൽ നിന്നും അഡ്വാൻറ്റേജ്. അപ്പം ഈ പറഞ്ഞ പോലെ അനസ്തീസിയ വേണ്ടെന്ന് പറഞ്ഞാൽ രോഗിക്ക് OPD ബേസിസിൽ വന്ന് ചെയ്തിട്ട് അപ്പൊ തന്നെ വീട്ടിൽ പോകാന്നുള്ളതാണ് അഡ്വാൻറ്റേജ്.